ഹലോ, അപ്പോൾ നമ്മളിന്ന് കുറേ നാൾ കൂടിയിട്ട് ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നതാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ വാലറ്റ് പാക്ക് ചെയ്യുന്നതാണ്. ഇത് നമ്മളുടെ 1.0 മെൻസ് വാലറ്റാണ്. റേറ്റ് അറിയേണ്ടവർ DM ചെയ്താൽ മതി. 2 സ്ലോട്ട്സ് ഉണ്ട് ഉള്ളിൽ. നല്ല കട്ടിയുണ്ട്. കണ്ടില്ല, ഉള്ളിൽ വേറെയും കാർഡൊക്കെ ഇടാനുള്ള സ്ലോട്ട്സൊക്കെ ഉണ്ട്. ഇവിടെയുണ്ട്. പിന്നെ കാർഡ് വെക്കാനോ ഫോട്ടോ വെക്കാനോ യൂസ് ചെയ്യാൻ പറ്റുന്ന വേറെ സ്ലോട്ട്. പിന്നെ കസ്റ്റമൈസേഷൻ, ഈ ചാമ കസ്റ്റമൈസ് ചെയ്ത് തന്നെയാണ്. നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ചാമ വേണ്ടത് അത് കസ്റ്റമൈസ് ചെയ്ത് തരും. ഇത് നിങ്ങൾക്ക് എന്ത് പേരാണോ വേണ്ടത് കസ്റ്റമൈസ് ചെയ്ത് തരും. അപ്പോൾ ഇതാണ് നമ്മുടെ മെൻസ് വാലറ്റ് 1.0. നമ്മുടെ കയ്യിൽ വേറെയും വാലറ്റ്സ് ഉണ്ട്. അന്നേരം ജസ്റ്റ് DM ചെയ്താൽ മതി എന്തൊക്കെ വാലറ്റ്സ് ഉണ്ടെന്ന് അന്നേരം ഞാൻ പറയാം. ഇതന്നേരം നമ്മൾ വെച്ചു. അപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് ഡെക്കറേഷൻസ് എന്നുള്ള രീതിയിൽ ഒരു കുപ്പിക്കകത്ത് ഞാൻ കുറേ പേപ്പേഴ്സ് വാരി എടുത്തിട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ കുറച്ച് പേപ്പേഴ്സ് കീറിയൊക്കെ ഇട്ടേക്കുന്നതാണ്. അപ്പം അതിങ്ങനെ വെറുതെ ഒന്ന് കുറച്ച് പേപ്പേഴ്സ് നോർമലി ഫ്രെയിമിലാണ് വെക്കുന്നത്. പക്ഷെ ഞാൻ എൻ്റെ ഏത് പ്രൊഡക്ട്സ് ഞാൻ കൊടുത്താലും ഞാൻ വെക്കാറുണ്ട്. ഇത് പിന്നെ ഡയറക്റ്റ്ലി നമ്മൾ കൊടുക്കുന്നതായതുകൊണ്ട് വലിയ പാക്കിംഗ് ഒന്നും ചെയ്യുന്നില്ല. ചെറിയ രീതിയിലൊക്കെ ഇടുന്നതേ ഉള്ളൂ. അതിന് പിന്നെ അടുത്ത് നമ്മൾ വെക്കാൻ പോകുന്നത് നമ്മളുടെ ഒരു കാർഡാണ്. പർപ്പിൾ ക്രാഫ്റ്റിൻ്റെ പുറകിൽ നമ്പറും എല്ലാം ഉള്ളത്. ഇത് നമ്മൾ തന്നെ ചെയ്തതാണ്. ഇങ്ങനത്തെ കാർഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. പിന്നെ ഇവിടെ നമ്മുടെ ഒരു ലോഗോ, ഇത് നമ്മൾ തന്നെ ചെയ്തതാണ്. നമ്മുടെ ലോഗോയാണ്. സ്റ്റിക്കറാണ്, സ്റ്റിക്കർ പ്രിൻ്റ് ചെയ്തതാണ്. എൻ്റെ ഞാൻ അടയ്ക്കുവാണ്. ഇതത്ര ഇതായിട്ടുള്ള ഉറച്ചല്ല നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന സെലോ ടേപ്പ് വെച്ചിട്ട് ഒന്നും കൂടി ഇതിൻ്റെ മണ്ടയ്ക്കൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് ഇവിടെ നിങ്ങൾ മുറിക്കുവാണ്. ഇപ്പം ഇതൊന്ന് കുറച്ച് സ്ട്രോങ് ആയിട്ടുണ്ട്. എന്നിട്ട് ഇതങ്ങ് ഉള്ളിലോട്ട് വെക്കുവാണെങ്കിൽ
സെറ്റാണ്. പിന്നെ നമ്മളുടെ ലോഗോ ഒന്നും കൂടി വെക്കുവാണേ. പിന്നെ ഇത് നമ്മൾ തന്നത്താനാക്കിയ നമ്മളുടെ ഇൻസ്റ്റയുടെ QR കോഡാണ്. 2 സൈസിലാക്കി ചെയ്തിട്ടുണ്ട്. അടിയിൽ നമ്പറും ഒക്കെ ഉള്ള രീതിയിൽ നിങ്ങൾക്ക് അഥവാ ഇങ്ങനെ വേണമെങ്കിൽ ജസ്റ്റ് DM ചെയ്താൽ മതി. ഞാൻ ചെറിയൊരെണ്ണം വെക്കുവാണേ. അത്ര വലിയ ഗ്ലോസി പേപ്പറിലൊന്നുമല്ല നമ്മൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് മടങ്ങിയാൽ പോകാനുള്ളതേ ഉള്ളൂ. അങ്ങനെ അതും വെച്ചു. പിന്നെ നമ്മുടെ താങ്ക് യു കാർഡുണ്ടേ. താങ്ക് യു കാർഡും ഉണ്ട്. താങ്ക് യു സ്റ്റിക്കറാണ്. അത് നമുക്ക് ഈ ഒരു ഓപ്പണിങ്ങിൻ്റെ ഇവിടെ ഒന്ന് വെച്ചാൽ പോരാ. ഇതൊന്ന് ഒരു 3 എണ്ണമെങ്കിലും അറ്റ്ലീസ്റ്റ് വെക്കണം. എന്നാലേ അതവിടെ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. അതിൻ്റെ പൊക്കത്തൊന്നും കൂടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണേ. അപ്പം ഇങ്ങനെയാണ് ആക്കി വെച്ചേക്കുന്നത്.